സൗന്ദര്യം കൂട്ടാനുള്ള 100 കുറുക്കു വഴികൾ. ഇവിടെ എല്ലാ സൗന്ദര്യം ഇങ്ങനെ കുറയ്ക്കാൻ നോക്കുക, അപ്പോഴാണ് ഇപ്പൊ കൂട്ടുന്നത്. പോലീസുകാരെന്നെ കണ്ട് ഞാൻ ഒരു ഹോസ്പിറ്റലിലേക്ക് ഓടി കയറിയാണ്. അതെ, മാല കയ്യിലുണ്ട്, 5 പവനുണ്ടാവും. ഫോൺ കട്ട് കറോ. അതെ, ഞാൻ പിന്നെ വിളിക്കാം. എങ്ങോട്ട് ഓടി കയറുന്നത്? ആ കോപ്പിയിലേക്ക് അങ്ങോട്ട് നേരിട്ട് അങ്ങോട്ട് പോയാ പോരെ? ഞാൻ UP ആണ്. ഈ UP ആയാലും വേണ്ടില്ല, കോപ്പി ആയാലും വേണ്ടില്ല. കണ്ണ് തുറന്ന് നടന്നില്ല, കണ്ണടപ്പോട് കിട്ടൂല. പറഞ്ഞില്ലാന്ന് വേണ്ട. അമ്മച്ചി കൂൾ ഡൗൺ. എന്ത് കൂൾ ഡൗൺ? അതെ, ഇവിടെ ഈ പ്ലാസ്റ്റിക് സർജറി ചെയ്യോ? എന്തിനാ? എന്റെ മുഖം ഒന്ന് മാറ്റി പിടിക്കാനാണ്. പ്ലാസ്റ്റിക് സർജറി? തന്റെ മുഖം എങ്ങനെ മാറാനാണ്? എന്തിട്ടാടെ പാറ്റാണ് ചവിട്ടി അരയ്ക്കാൻ വേണ്ടിട്ട്? പാറ്റല്ല, നിങ്ങൾ പറഞ്ഞ കോമഡി ചവിട്ടി അരച്ചാണ്. ഏതാടോ? ഏതാ? ഇംഗ്ലീഷ് ഒക്കെ പറഞ്ഞിട്ടല്ലോ. അതെ മോനെ, മോന്റെ ആരാണ് ഇവിടെ അഡ്മിറ്റഡ്? അപ്പൻ എന്ത് പറ്റി? അപ്പ കാള കുത്തി മരിച്ചു. അപ്പ കാള കുത്തി മരിക്കേ? അപ്പ കാള കുത്തി മരിച്ചല്ലാന്ന്. അപ്പ ട്രെയിനിൽ കയറാൻ നിൽക്കുകയാണ്. അപ്പൊ കാള കുത്തി മരിച്ചു. നല്ലൊരു മരണം. അതല്ല മോനെ, ആ ട്രെയിൻ എങ്ങാനും കുത്തി എന്റെ അപ്പ മരിക്കുകയാണെങ്കിൽ ഈ ആലോചിച്ച് നോക്ക്. ചളുക്കോ പിളുക്കോ എന്ന് പറഞ്ഞ് ഒരു കഷ്ണം പോലെ എന്റെ വീട്ടിൽ കൊണ്ടുപോകാൻ കിട്ടേനിയോ? ഇതിപ്പോ കാള കുത്തി മരിച്ചോണ്ട് എന്തായി? 2 3 ഓട്ട അതില് കഴിഞ്ഞല്ലോ. അത് ആലോചിച്ചോണ്ട് സമാധാനിക്ക്. അല്ല, നിങ്ങൾ ആരാ അവിടെ ഉള്ളത്? എന്റെ മോനെ, എന്റെ ആരും ഇല്ല ഇവിടെ. എന്റെ വീട് തൊട്ടപ്പുറത്താ. ഞാൻ ഇവിടെ എന്നും ചായ പിടിച്ച് എങ്ങനെ വരും? അതെന്താ വെച്ചാലേ, എന്റെ വീട്ടിൽ ഞാൻ ഒറ്റക്കാണേ. അപ്പൊ ഞാൻ ചായ ഒക്കെ ഉണ്ടാക്കി ഇങ്ങോട്ട് കൊണ്ടുവരും. ഇവിടെ ആണെങ്കിൽ നോക്ക്, എങ്ങനോ നാട്ടിൽ നിന്നൊക്കെ ആൾക്കാർ വന്ന് കുത്തിയിരിക്കുന്നതാണ് ഇവിടെ. അപ്പൊ ഇവരെ വിഷമവും സങ്കടമൊക്കെ എന്നോട് ഇങ്ങനെ പറയൂ. ഇതൊക്കെ കേട്ട് ഞാൻ ഇങ്ങനെ ചായയും കുടിച്ച് ഇവിടെ ഇരിക്കും. അതൊക്കെ ഒരു സന്തോഷം അവനെ. അല്ല, അനക്ക് ഇത്തിരി ചായ എടുത്താലോ? ഞാന് ഒരു ചായ കിട്ടാ ഞാൻ കുടിക്കൂ. അങ്ങനെ പറയ്. അല്ല, അനക്ക് എങ്ങനെ കടുപ്പൊക്കെ? പൊടി കുറച്ച്. ആയിക്കോട്ടെ. പഞ്ചസാരയോ? പഞ്ചസാര ജാസ്തി. പാല് കുറെ ജാസ്തി. എന്നാ പാല് കുറച്ചാളാ. ഒരു കാര്യം ചെയ്യ്, ഇതൊക്കെ അവിടെ പോയി ചെന്ന് പറയും. അതാണ് ക്യാൻറ്റീൻ. സൂപ്പർ ചായ ഇട്ടു. വേർത്തി കെട്ട തള്ള. എന്താ പെറുപിറുക്കുന്നേ? തോനല്ല, എന്തോ കുറച്ച് ഈ പറഞ്ഞിക്ക് പിന്നെ ഇല്ലാന്ന്. അന്റെ ഈ സ്വഭാവം എന്നോട് കാണിക്കണ്ട. ഇതേ സ്വഭാവം എന്റെ മരിയോക്കും. ഒരുക്ക ഞാൻ എന്ത് ചെയ്ത് ഓളെ തല്ലിക്കൊന്നാഞ്ഞ്. ഒരു പ്രശ്നമില്ല. കേസാണല്ലേ. എങ്ങോട്ടവനെ പോണത്? ഇവിടെ വന്നിരിക്കും മോനത്ത് നാട്ടർത്താനൊക്കെ ചോദിക്കട്ടെ ഞാന്. അല്ല, എന്റെ നാടേടിയാ? ഞാൻ ബംഗാളിലാണ്. ഈ ബംഗാളിയാണ്. അല്ല, ആടത്തെ തങ്ക പണി? അവിടെ ഒരു പണിയില്ലേറ്റാണല്ലോ ഞാൻ ഇങ്ങോട്ട് വന്നത്. അല്ല, ഇപ്പൊ ഇവിടെ എത്താ പണി? ഇവിടെ ഞാൻ മുതലാളിയാണ്. മലയാളിനെ കൊണ്ട് പണി എടുപ്പിക്കും. കട്ടിങ് കറോ ഫിറ്റിംഗ് കറോ. എന്നിട്ടാണ്. അല്ല, എന്റെ കുടുംബക്കാരൊക്കെ പേടെ? ഞാനൊരു മലയാളി പെൺകൊടിനാണ് കല്യാണം കഴിച്ചത്. നിങ്ങൾ എങ്ങനെയാണോ കണ്ടുട്ടിയത്? അവള് കണ്ട് ഞാൻ മുട്ടി. കൊറേ മുട്ടുമ്പോ ആരായാലും തുറന്നു പോവൂലേ. ഇപ്പൊ തോന്നുന്നത് ഒരൊറ്റ മുട്ടി തിരിഞ്ഞു നടന്നാ മതിയേനാണ്. ശരിക്കും പെട്ടുപോയതാണ്. അല്ല, എന്നിട്ട് പോൾ എന്താ ചെയ്യുന്നേ? ഓൾ എന്തും ചെയ്യും. അയ്യോ, ഓള് പറയുന്നതൊക്കെ ചെയ്യും. അല്ലെങ്കിലും മലയാളി പെണ്ണിനെ കല്യാണം കഴിച്ച ഇങ്ങനെ ഇരിക്കും. അല്ല മോനെ, ഞാൻ സാധാരണ രാവിലെ ഗുളിയെ കഴിച്ച ഇങ്ങനെ ഒന്നും പറയാത്ത തർക്കത്തിനൊന്നും. ഇന്ന് എന്താ പറ്റി എനിക്ക് ആർക്കറിയാം. അപ്പൊ ഇന്ന് കഴിച്ചിട്ടില്ല? അയ്യോ, കഴിച്ചിരിക്കുന്നേ. അതിൽ നിന്ന് നമ്മൾ എന്ത് മനസ്സിലാക്കണം? നിങ്ങളെ ഗുളിയന്റെ ഡോസ് കൂട്ടി കുടിക്കാൻ സമയമായിരുന്നു. വീട്ടിൽ പോവാൻ നോക്കുന്നല്ലേ. ജാവോ. എന്റെ മുഖത്ത് നോക്കിട്ട് ഒരു മനുഷ്യ കുഞ്ഞു തുറ ചാവാൻ പറഞ്ഞിട്ടില്ല. എന്നെ നോക്കാനും പറയാൻ ആരുമില്ലാഞ്ഞിട്ടല്ലേ. അങ്ങനെ പറഞ്ഞല്ല മോനറിയോ, എന്റെ ഭർത്താവ് ഒരു പാവേനി. ഞാൻ എന്ത് പറഞ്ഞാലും കേക്കും. ആ പാവേനെ കീ നിങ്ങളെ കയ്യിലല്ലേ. എന്താ വിചാരിച്ചേന്ന്? എന്റെ ഭർത്താവ് പറഞ്ഞല്ലേ, കാണപ്പെട്ട ദൈവ. കാണപ്പെടാത്തതോ ഇഷ്ടം പോലെ. അതല്ല മോനെ, എന്റെ ഭർത്താവ് എന്ന് പറഞ്ഞാലേ മൂപ്പര് കൊറേ കാലം കോമേ കിടന്നതാ. പിന്നെ ഒരു കുത്തും കൊടുത്തൂടേനോ? എന്തിന്? കുത്തും കോമയായി. അപ്പൊ മൂപ്പര് ചോദ്യ ചിഹ്നം എന്റെ മുന്നിൽ വന്ന് നിക്കൂലേ. ഇപ്പൊ നിങ്ങളുടെ ചോദ്യ ചിഹ്നത്തിന് എന്ത് പറ്റി തന്നോട് ഞാൻ പറഞ്ഞുതരാം മോനെ. ഒരു ദിവസം മൂപ്പര് മുട്ടുംകാലിന്റെ മോളായിട്ട് ഒരു പാമ്പ് കടിച്ച്. നിങ്ങൾ എത്തിനാണ് തല്ലേ നിങ്ങളെ ഭർത്താവിന്റെ മുട്ടുംകാലിന്റെ മോള് കടിച്ചത്? ചെങ്ങായ, ഞാനല്ല, പാമ്പ് കടിച്ചീന്ന്. വിഷം കുറഞ്ഞേനോ? ഈ ആലോചിച്ച് നോക്ക്. ആ വിഷം ഞാൻ ഇങ്ങനെ കേറി മൂപ്പറ് തലച്ചോറിലെത്തിണ്ടെങ്കിൽ മൂപ്പരക്ക് ജീവനോടെ കിട്ടുവോ? ഞാനൊരു മാർഗം കണ്ടെത്തി. അതിന് ഞാനൊരു കയറിങ്ങോട്ട് എടുത്ത് എന്നിട്ട് മൂപ്പരെ കഴുത്തിൽ വരിഞ്ഞ് ചുറ്റും ഒറ്റ കെട്ടു. ഇല്ല, വിഷം കംപ്ലീറ്റ് താഴെ എത്തിയിട്ടുണ്ടാവൂലേ. വിഷാണ് അറിഞ്ഞൂടാ മോനെ, എന്തൊക്കെയോ താഴത്ത് എത്തിക്കുന്നു. എന്നിട്ടെന്ത് 16-ന്റെ അന്ന് നല്ല സ്രാവും കറിയും കൂടി ചോറ്. ഒരു മിനിറ്റ്, ഈ സുമേനെ വിളിക്കുക. ഭാര്യയാണ്. ആരെ? ഞാൻ മലയാളി അല്ല. പക്ഷെ എന്റെ ഭാര്യ മലയാളി ആണല്ലോ. ഒരൊറ്റ കാര്യത്തിലാണ് എനിക്ക് പേടി. ഹലോ, ബോലോ.
നിന്റെ ഫ്രണ്ട് ദീപന്റെ ഛർദിക്ക് 5 ലക്ഷം കിട്ടിയെന്നോ? നിനക്കും ഛർദിക്കണം 5 ലക്ഷം വേണമെന്നോ? പൊന്നു മോളെ, ഇത് പഞ്ചായത്ത് എഴുതി കൊടുക്കാനല്ല. നിന്റെ ഫ്രണ്ട് ദീപന്റെ ഛർദിനെ കേസ് ഒത്തു തീർപ്പാക്കിയതിന് കിട്ടിയാണ് ഈ 5 ലക്ഷം. ഫോൺ വെച്ചിട്ട് പോടി. എന്തിനോനെ ഈ ഫോണിൽ കൂടി ഇങ്ങനെ കൊഞ്ഞനം കുത്തുന്നത്? അതാ പിന്നോടും കൊഞ്ഞനം. ഈ കൊറേ നേരമല്ല തെറി പറയുന്ന ഹിന്ദിയില്. ഇന്നോട് അവന്റെ കളി. ചൂട് ചായ, ചൂട് ചായ. നിങ്ങൾ പറയുന്ന എനിക്ക് മനസ്സിലാവുന്നില്ല. ഹെറേ ബായ്, താങ്കൾ പറഞ്ഞത് ഇത്രയും നേരം എനിക്ക് മനസ്സിലായിട്ടില്ല. എന്ന് ഞാൻ താങ്കളോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഈ പ്രാന്തന്റെ ഭാഷയാണല്ലോ എനിക്ക് വരുന്നത്. അമ്മച്ചി എന്ത് പറ്റി? ചൂട് പറ്റി മോനെ, ചൂട്. നിങ്ങൾ എന്തിനാണ് ചൂടുള്ള ചായ അണ്ണാക്കിലേക്ക് എടുത്ത് ഒഴിച്ചത്? അന്നോട് രണ്ട് ചിന്തിൽ തെറി പറയാൻ വേണ്ടി തന്നെ. എന്തൊരു ഐശ്വര്യ മാഷ് നിങ്ങളെ മുഖം കാണാൻ. ഹരേ ഭഗവാൻ, ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരാൾ എന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ ഒരു സത്യം പറയുന്നത്. വേറെ നിവർത്തിയില്ല. ഈ തള്ളയ്ക്ക് ഒരു സമ്മാനം കൊടുക്കണം. എന്തായാലും ഈ സമ്മാനിക്ക് തരില്ലേ? ഒരു 3 സെന്റ് സ്ഥലം പോരയുടെ നിന്റെ പേരിൽ തരുമോ? ഞാൻ വാമന്നല്ല. ഹലോ, അതെ, പറഞ്ഞല്ലോ മാല കയ്യിലുണ്ട്. 5 പവൻ കറക്റ്റ്. ഫോൺ കട്ടോ. മോനെ, ഞാൻ വീട്ടിലൊക്കെ ഒന്ന് പോയിട്ട് വരാം. കൊറേ പണിന്റെ അതെ അമ്മച്ചി, ഞാൻ ഒരു മാല ഇപ്പൊ തന്നില്ലേ? ഏത് മാല? ഇപ്പൊ ഞാൻ തന്ന മാല. എപ്പ തന്നിക്ക്? ഇപ്പൊ തന്ന്. എന്നോട് മാഞ്ഞാലും കൊതി നിക്കാൻ സമയത്തേക്ക് വീട്ടിൽ 100 കൂട്ടം പണിയുള്ളതാ. മാല തന്നിട്ടുണ്ട്. തള്ള മാല വിഴിഞ്ഞ്. അമ്മച്ചി, ഒരു കാര്യം പറയാനുണ്ട്. അയ്യോ, മദ്യപിച്ച് പാതിരാക്കി കോൺ തെറ്റി വീട്ടിൽ വന്ന് കേറുമ്പോ ചെരുപ്പ് ഒരു കാലമടക്കി തൊയ്ക്കാനും തുലാവർഷ രാവുകളിൽ ഒരുമിച്ചൊരു പുതപ്പിനുള്ളിൽ സ്നേഹിക്കാനും എനിക്കൊരു പെണ്ണിനെ വേണം. പോരുന്നു എന്റെ കൂടെ. നാളും മാനുമില്ലടോ. ഈ തള്ളേന്റെ പ്രായം എന്നോട് അത് കുഴിയിലേക്ക് നീട്ടി കാല് നീട്ടി നിൽക്കുന്ന തള്ളേന്റെ പ്രായം എന്നോട് ഈ വർത്താനം പറയുന്ന തള്ളേ, ഒരു സിഗരറ്റ് പോലും വലിക്കാത്ത ഞാൻ ഈ ഉണക്കച്ചുരുട്ട് വലിക്കോ? ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ എന്നെ ആട്ടും. അപ്പൊ എനിക്ക് എന്റെ മാല കിട്ടും. അതാണ് ബംഗാൾ ബുദ്ധി. ഈ ആടുന്നതാണ് മാല. അയ്യോ, എന്റെ 5 പവന്റെ മാല. ജിന്ദഗി ജോ കഭി നഹീ മാഫ് കരോ മാതേജി. ഹേ ഭഗവാൻ.